താങ്കളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് പഴയൂർ അംജിത്തിനും ഈയൂർ അംജിത്തിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, വല്ല നടനായിട്ട് അഭിനയിക്കാനും. അല്ലല്ല അങ്ങനല്ല. അത് പേഴ്സണലി എൻ്റെ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു സംഭവമാണ്. അത് ആക്ച്വലി ഞാനൊരു ഓവർ വെയിറ്റ് രീതിയിലേക്ക് പോയി. എൻ്റെ വെയിറ്റ് വന്നിട്ട് യു ഡോണ്ട് ബിലീവ് 116 അത്രയും ഞാൻ അച്ചീവ് ചെയ്തു. 116 അതായത് 116 kg. ഒബിസിറ്റിയിൽ അങ്ങേയറ്റം കേട്ടോ. പിന്നെ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. പുള്ളിക്കാരൻ സിമ്പിളായിട്ട് കിംസിലെ ഡോക്ടറാണ്. പുള്ളി ചോദിച്ചു, അംജിത്ത് നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം, അതായത് മരണത്തോടടുക്കുന്നതിനുള്ള സാഹചര്യം ഒരു 0.7% ആയി മാറിയിരിക്കുന്നത്. അതായത് 93.7% ആണ് നിങ്ങൾക്കുള്ള ചാൻസ്, മീൻസ് സർവൈവ് ചെയ്യാനുള്ളത്. മീൻസ് അത് സ്ലീപ്പ് അനീമിയ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. നമ്മൾ ഉറക്കത്തിൽ ശ്വാസം നിന്ന് പോകുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് ബ്രീത്ത് കിട്ടില്ല. അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നു. എനിക്കങ്ങനെ 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം നോർമലി വന്നു, പിന്നെ ഒരു പ്രാവശ്യം സിവിയറായിട്ട് വന്നു. അങ്ങനെയാണ് ഞാൻ കൺസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അതിനുശേഷം പുള്ളി നമുക്ക് ഉറങ്ങുന്നതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഒരു മെഷീൻ്റെ സഹായത്തോടെ ഉറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ബൈ ചെയ്തു. അത് വെച്ചിട്ട് ഞാനൊരു അരമണിക്കൂർ ഒന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. അതെന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന് തീരുമാനം എനിക്ക് തന്നെ എടുക്കേണ്ടി വന്നു. പിന്നെ അവിടുന്ന് എൻ്റെ ഒരു ട്രാവൽ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്കലി ഇപ്പോഴും ഞാൻ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ അന്ന്, അതായത് 2024 ഒരു സെപ്റ്റംബർ ആ ടൈം തൊട്ട് ഒരു സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്തു. ഒന്നുമില്ല, എൻ്റെ തന്നെ സ്വന്തം ഡയറ്റ്, ഷുഗർ, കാർബോ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കട്ട് ചെയ്തു. അല്ല, വ്യക്തമായി പറഞ്ഞു കൊടുക്കണം കേട്ടോ. കാണുന്ന ആൾക്കാർ പ്രൊഫൈൽ കയറി ചെക്ക് ചെയ്യും. സാധാരണ എല്ലാവരും ഡയറ്റിന്റെ പുറകെ ഇപ്പോ. അല്ലല്ല, ഇത് ബേസിക്കലി നമ്മൾ സ്വയം തീരുമാനിക്കുന്നിടത്ത് തുടങ്ങുകയാണ് നമ്മൾ ഡയറ്റ്. അതായത് എല്ലാവർക്കും ജീവിക്കാൻ ആഗ്രഹമാണ്. ആരും ഇന്ന് ഞാൻ മരിച്ചു പോട്ടെ എന്ന് ആഗ്രഹിക്കത്തില്ല. എല്ലാവരും ജീവിക്കണം, നമുക്കും ആരോഗ്യപരമായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കണം തീരുമാനിക്കുന്നത് തുടങ്ങാവുന്നതാണ് ഈ ഡയറ്റ്. അത് നമുക്ക് വേണമെന്ന്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെന്ന് ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ തീരുമാനം എടുക്കുക. നമുക്ക് ഈ പറയുന്ന സംഭവത്തിലേക്ക് നമുക്ക് എത്തണമെന്ന് നമ്മൾ തീരുമാനം എടുക്കുക, അവിടെ തുടങ്ങുക. ഇപ്പം ഞാൻ തുടങ്ങിയത് അങ്ങനെയാണ്. അത് ഫസ്റ്റിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര സാധനം ഞാൻ ഒഴിവാക്കി. അതായത് ബേസിക്കലി മലയാളിയുടെ ഭക്ഷണമാണ് ചോറ്. റൈസ് ഒഴിവാക്കി, ഷുഗർ കട്ട് ചെയ്തു. പിന്നെ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും കട്ട് ചെയ്താൽ തന്നെ നമുക്ക് ബേസിക്കലി ഒരു ചേഞ്ച് കിട്ടും, ഒരു ഇമ്മീഡിയറ്റ് ചേഞ്ച്. ആ ചേഞ്ചിൽ നിന്ന് പിന്നെ പതുക്കെ അതായത് എനിക്ക് 116 കിലോ ഉള്ള സമയത്ത് എനിക്കൊരു 10 സ്റ്റെപ്പ് വാക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ബേസിക്കലി നമുക്ക് കിതപ്പ് വരും, ശ്വാസം മുട്ട് വരും. അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും പറ്റുന്ന, അതായത് ഇപ്പം ഈ തിരക്കിനിടയിൽ പറ്റാത്തപ്പോൾ മാത്രം ഒഴിവാക്കുന്നു ട്രാവലിങ്ങിൽ, അല്ലെങ്കിൽ ഒരു 6 കിലോമീറ്റർ 7 കിലോമീറ്റർ ഞാൻ നടക്കാറുണ്ട്. അതിൻ്റെ സമയം കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 1 hour ഗ്യാപ്പിൽ നമ്മളത് നടന്നു തീർക്കാൻ ശ്രമിക്കും. പിന്നെ സ്റ്റെപ്സ്. 116 കിലോ. ഇപ്പൊ എത്ര കിലോ? ഇപ്പം 83.5. അടിപൊളി. അത് ഇനിയിപ്പോ കണ്ടിന്യൂസ് അങ്ങനെ തന്നെ പോട്ടെ, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയാണ്. വെരി ഗുഡ്.